സർ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് രാജ്യം ഉറ്റുനോക്കുന്ന രണ്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളാണ്. ഇവിടെ രണ്ടിടത്തും കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ചിത്രമാകെ മാറി മറിയും. ഇപ്പോഴത്തെ നില വച്ചിട്ട് ഒരിക്കൽ കൂടി BJP വരുമോ? അതും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും എന്താണ് സ്ഥിതിവിശേഷം? അങ്ങനെയാണ് ഒരിക്കൽ കൂടി BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം മഹാരാഷ്ട്രയിലും BJP മുന്നണി, NDA മുന്നണി ജാർഖണ്ഡിലും അധികാരത്തിൽ വരും എന്ന നിലയിലാണ് ഭൂരിപക്ഷം അഭിപ്രായ സർവേകളും അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളും പറയുന്നത്. എക്സിറ്റ് പോളുകളുടെയൊക്കെ ചരമഗീതം കുറിക്കപ്പെട്ട വർഷമായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എല്ലാ എക്സിറ്റ് പോളുകളും വേ ഓഫ് ദ മാർക്കായി മാറി. ഹരിയാന അവസാന ശവപ്പെട്ടി, എക്സിറ്റ് പോളുകളുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരുന്നു ഹരിയാന. അപ്പൊ എക്സിറ്റ് പോളുകളുടെ ചുവട് പിടിച്ച് മാത്രം നമുക്കൊരു വിശകലനം നടത്താനാവാത്ത ഒരു അന്തരീക്ഷമാണ്. എങ്കിലും മഹാരാഷ്ട്രയിലെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ അവിടെ യഥാർത്ഥത്തിൽ ഈ ആന്റി ഇൻകംബൻസി ആണല്ലോ വോട്ടെടുപ്പിനെ തീരുമാനിക്കുന്ന ഒരു ഘടകം. പോളിംഗ് ശതമാനം ലേശം കൂടുതൽ തന്നെ, 66% പോളിംഗ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ആണ്. ആ പോളിംഗ് സ്വാഭാവികമായി നമ്മൾ ആദ്യം വിലയിരുത്തുന്നത് ഷിൻഡെ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം. പക്ഷെ അങ്ങനെ ഒരു വിരുദ്ധ വികാരം ഉണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഏകനാഥ് ഷിൻഡെ വളരെ പോപ്പുലർ മുഖ്യമന്ത്രിയാണ്. ഒരു റീപ്ലേസ്മെന്റ് കാൻഡിഡേറ്റ് ആയി വന്നു. ഒരു നാടകീയമായ നീക്കത്തിനുള്ളിൽ ഒടുവിൽ അദ്ദേഹം അധികാരത്തിൽ വന്നു എങ്കിൽ പോലും അദ്ദേഹം ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു മുഖ്യമന്ത്രിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മഹായുതി സഖ്യം, NDAയുടെ മഹാരാഷ്ട്ര പതിപ്പാണല്ലോ മഹായുതി. അവിടെ BJP 151 സീറ്റിൽ, 51 സീറ്റാണ് അലോട്ട് ചെയ്ത്, 149 സീറ്റിൽ മത്സരിക്കുന്നു. 149 സീറ്റും ഷിൻഡെയുടെ കക്ഷി 80 സീറ്റും NCP അജിത് പവാറിന്റെ കക്ഷി 57 സീറ്റിലും മത്സരിക്കുന്നു. അവിടെ ഒരു പാരിറ്റി ഇല്ല. ഈ മൂന്ന് കക്ഷികളും തമ്മിൽ ഒരു പാരിറ്റി അവിടെ ഇല്ല. BJPയുടെ മേൽക്കൈയാണ്. സ്വാഭാവികമായി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി മാറാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ അത് മൊത്തം ഭൂരിപക്ഷം ലഭിക്കുമോ? പ്രത്യേകിച്ച് അജിത് പവാറിന്റെ പാർട്ടിക്കുള്ള ജനകീയ അടിത്തറ എന്താണ്? ഈ കൊയിലേഷൻ പൊളിറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഷിൻഡെയുടെ ശിവസേനയും BJPയും തമ്മിൽ ഒരുപക്ഷെ നല്ല ഏകോപനം ഉണ്ടാവും. ഷിൻഡെയുടെ ശിവസേനയ്ക്ക് ബോംബെ കൊങ്കൺ മേഖലയിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ശിവസൈനികരുടെ നല്ല പങ്കം ഷിൻഡെയ്ക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗം തീർച്ചയായും ഉദ്ധവിന്റെ കൂടെ ഉണ്ട് എന്നത് മറക്കുന്നില്ല. BJPക്ക് വിദർഭ മേഖലയിൽ നല്ല വേരോട്ടമുണ്ട്. വിദർഭ മേഖലയിലെ ഫൈറ്റ് എന്ന് പറയുന്നത് പ്രധാനമായും BJP വേഴ്സസ് കോൺഗ്രസ് ആണ്. ആകെ മഹാരാഷ്ട്രയിലെ 288 സീറ്റിൽ 75 സീറ്റിലെങ്കിലും നേരിട്ടുള്ള BJP വേഴ്സസ് കോൺഗ്രസ് ഫൈറ്റ് ആണ്. ഇതിന്റെ പ്രധാന തട്ടകം കിഴക്കുള്ള വിദർഭ മേഖലയാണ്. എന്നാൽ ശിവസേനയുടെ പോരാട്ടം എന്ന് പറയുന്നത് പ്രധാനമായും ശിവസേനയുടെ ഷിൻഡെ വിഭാഗവും ഉദ്ധവ് വിഭാഗവും തമ്മിൽ കൊങ്കൺ മേഖലയിലും മധ്യ മഹാരാഷ്ട്രയിലും മുംബൈയിലും കഠിനമായ പോരാട്ടം നടക്കുകയാണ്. നേരിട്ടുള്ള പോരാട്ടമുള്ള രീതിയിൽ അവിടെ ശിവസൈനികർ രണ്ടായി തടിച്ചു നിൽക്കുന്നു. അവിടെ സ്വാഭാവിക അലയൻസ് എന്ന് പറയുന്നത് ശിവസേന BJP, അവിഭക്ത ശിവസേന BJP ഐഡിയോളജിക്കലി അവരൊന്നാണ്. പക്ഷെ ഉദ്ധവ് എന്ന വ്യക്തി മാത്രം മാറി നിൽക്കുന്നു. അവിടെ ശിവസൈനികരുടെ ഒരു പിൻബലം എത്രയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉരകല്ലായി നോക്കുകയാണെങ്കിൽ രണ്ട് ശിവസേനകളുടെയും സ്ട്രൈക്ക് റേറ്റ് മെച്ചമാണ്. യഥാർത്ഥത്തിൽ ഷിൻഡെ സേനയുടെ സ്ട്രൈക്ക് റേറ്റ് ആണ് മത്സരിച്ച സീറ്റുകളിൽ മിക്കത് രണ്ടൊഴിച്ച് മറ്റെല്ലാം ജയിക്കാൻ പറ്റി. BJPയുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണെന്ന് ഓർക്കണം. 29 സീറ്റിൽ മത്സരിച്ച 9 സീറ്റിലാണ് ജയിക്കാൻ സാധിച്ചതെന്ന് ഓർക്കണം. അതേസമയം ഉദ്ധവ് സേനയുടെ സ്ട്രൈക്ക് റേറ്റ് അത്രയും മെച്ചമല്ല. മത്സരിച്ചതിന്റെ പകുതിയിൽ താഴെ സീറ്റ് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് ഗംഭീരമായിരുന്നു. 13 സീറ്റിൽ 17 സീറ്റിൽ മത്സരിച്ച് 13 സീറ്റിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ മെച്ചപ്പെട്ട സ്ട്രൈക്ക് റേറ്റ് ആണ്. എന്നാൽ ഷിൻഡെ സേനയും ഉദ്ധവ് സേനയും തമ്മിൽ കട്ട മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ തീർച്ചയായും ഉദ്ധവ് സേനയ്ക്ക് വീഴ്ച പറ്റിയാൽ, മുൻപ് സഹതാപത്തിന്റെ ബെനിഫിറ്റ് ഒരിക്കൽ എടുത്തു, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തു കഴിഞ്ഞു. വീണ്ടും അതേ സഹതാപം ഒരിക്കൽ കൂടി തന്റെ പാർട്ടിയെ പിളർത്തിയതിന്റെ സഹതാപം ഒരിക്കൽ കൂടി ഉദ്ധവ് താക്കറേക്ക് ലഭിക്കുമോ എന്നതാണ് ഇവിടെ ചോദ്യം. അങ്ങനെ ലഭിച്ചില്ല എങ്കിൽ ഷിൻഡെ സേനയ്ക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. 80 സീറ്റിൽ 40-45 സീറ്റുകൾ നേടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ ഏറ്റവും അത്ഭുതകരമായ ആവേശജനകമായ കാര്യം ശരത് പവാറിന്റെ അനന്തരവൻ അജിത് പവാറിന്റെ മെയ്വഴക്കമാണ്. അദ്ദേഹത്തിന് 57 സീറ്റുകൾ മത്സരിക്കാൻ ലഭിച്ചു. ഈ BJPയുടെ ഒരു വലിയ തരംഗം അല്ലെങ്കിൽ ഒരു മേൽക്കൈ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഓളത്തിൽ 57 ഒരു 30-35 സീറ്റുകൾ ലഭിച്ചാൽ ആ സീറ്റുകൾ നിർണായകമാകാം. 35-ലധികം സീറ്റിന്റെ മേൽക്കോയ്മ മഹാവികാസ് അഗാദിക്ക് മേൽ മഹായുതിക്ക് ഉണ്ടായില്ല എങ്കിൽ അജിത് പവാറിന്റെ 30-35 സീറ്റുകൾ നിർണായകമാകും.
അദ്ദേഹം ഒന്ന് അറിഞ്ഞു തുള്ളും. ഒരു കളി അവിടെ കളിക്കും. എനിക്ക് മുഖ്യമന്ത്രി പദം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മേപ്പടി കാണിക്കാനുള്ള എല്ലാ സാധ്യതയും മുൻകൂട്ടി കാണുന്നു. കാരണം ആള് പവാറാണ്, സംസ്ഥാനം മഹാരാഷ്ട്രയാണ്, എന്തും സാധ്യമാണ്. ചാക്കുമായി രണ്ടു ഭാഗത്തും ആള് നിൽക്കുന്ന സ്ഥിതിക്ക് മുഖ്യമന്ത്രി പദം 4 പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാറിന് മുഖ്യമന്ത്രി പദം തന്നെയായിരിക്കും നോട്ടം. കാരണം അദ്ദേഹം കളരി അഭ്യാസം പഠിച്ചത് അമ്മാവൻ ശരത് പവാറിന്റെ കളരിയിലാണെന്ന് ഓർക്കണം. നല്ല ആശാനാണ്, ഒട്ടും ദോഷം വരില്ല. അതുകൊണ്ട് അങ്ങനെ വന്നാൽ മഹായുതിക്ക് ഭൂരിപക്ഷം ലഭിച്ചാലും അജിത് പവാർ കാലുവാരുമോ? മുൻപ് ഉദ്ധവ് താക്കറെ കാലുവാരിയല്ലോ, ഇപ്പോഴും പണക്കമുണ്ട്, അതിന്റെ പണക്കമുണ്ട്. അപ്പൊ ഇത് മഹാരാഷ്ട്രയിൽ എന്തും സാധ്യമാണ്. അതുകൊണ്ട് അമ്മാവൻ പവാർ പറയും, മോനെ ബാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, NCP ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞാൽ ഈ കളം മാറും. പക്ഷേ രാഷ്ട്രീയ ചാണക്യനും തന്ത്രജ്ഞനുമായ അമിത്ഷായാണ് ആത്യന്തികമായി ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവിടെ എന്തും സാധ്യമാണ്. അത് മാത്രമല്ല, ഷിൻഡെക്ക് മുഖ്യമന്ത്രി പദം ലഭിക്കണമെന്നില്ല. 80 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ഒരു 50 സീറ്റ് ലഭിക്കുകയാണെങ്കിൽ പോലും BJP 150 സീറ്റിൽ മത്സരിച്ച് ഒരു 100 സീറ്റോളം ജയിച്ചാൽ BJPയുടെ ഫട്നാവിസിന് തന്നെ ആയിരിക്കുമല്ലോ സാധ്യത. അത് ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി പദം വേണമെന്ന് കട്ടിച്ചു പിടിച്ചാൽ ഒരുപക്ഷെ അത് കൊടുക്കാൻ BJP നിർബന്ധിതരാവുകയും ചെയ്യും. അപ്പൊ ഒന്നുകിൽ ഫട്നാവിസ് അല്ലെങ്കിൽ ഷിൻഡെ. ആ ഫോർമുലയെ അട്ടിമറിക്കാൻ അജിത് പവാറിന് കഴിയുമോ എന്നതാണ് ചോദ്യം. ഇനി മറുപക്ഷത്തേക്ക് നമ്മൊന്ന് കണ്ണോടിക്കണം. വികാസ് അഗാദിക്ക് ചില്ലറ ഭൂരിപക്ഷം പോരാ ഭരിക്കാൻ. 145 സീറ്റ് മതിയല്ലോ സ്വാഭാവികമായി ഭരിക്കാൻ. 288-ൽ 145 സീറ്റ് മതി. അവർക്കൊരു 150 സീറ്റ് 160 സീറ്റ് ലഭിച്ചാലും ഏത് പാർട്ടിയാ പിളരാനാവാത്തത്? മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് പിളർപ്പിനതീതമാണോ? മഹാരാഷ്ട്രയിലെ ഉദ്ധവ് വിഭാഗം ശിവസേന പിളർപ്പിനതീതമാണോ? ശരത് പവാറിനെ തള്ളിപ്പറയാൻ ഒരിക്കൽ കൂടി ഒരു നേതാവ് NCP പവാർ വിഭാഗത്തിനുള്ളിൽ ഉണ്ടാവില്ല എന്ന് പറയാനാവുമോ? അത് മാത്രമല്ല, ഈ 3 കക്ഷികളും കട്ടക്ക് നിൽക്കുന്നതാണ്. 101 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു, 97 സീറ്റിൽ ശിവസേന ഉദ്ധവ് വിഭാഗം മത്സരിക്കുന്നു, 84-85 സീറ്റിൽ ശരത് പവാറിന്റെ പാർട്ടി മത്സരിക്കുന്നു. അപ്പോൾ ഏതാണ് മോശം? ഏത് പാർട്ടിക്കും 1-ാം സ്ഥാനത്തെത്താം. അവിടെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കാട്ടിപ്പിടി ഉണ്ടാകാനുള്ള സാധ്യത അവിടെ തള്ളിക്കളയാനാവില്ല. 2 കൂട്ടരും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെയാണ് മത്സരിക്കുന്നത് എന്നുകൂടി നോക്കുമ്പോൾ ഫലം പ്രഖ്യാപിച്ചാലും ഉത്സവമൊക്കെ കഴിഞ്ഞാലും ബാലപ്പടക്കത്തിന്റെ ഒരു അറ്റം പോലും പൊട്ടിത്തീരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇതിനകത്ത് വളരെ ശ്രദ്ധയോട് ആണ് രാഹുൽ ഗാന്ധി ആയാലും ശിവസേന, ഇപ്പോൾ അജിത് പവാർ വളരെ ശ്രദ്ധയോട് കാര്യം. പലകുറി ഇദ്ദേഹം കടുത്ത വാക്കുകൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ ശരത് പവാർ, പക്ഷെ അതിന് ഒരു വാക്ക് പോലും ഒന്നും മറുപടി പറയാതെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോഴേ ചിലതൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടാകണം. ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അദാനി അംബാനി അത്ര ഉറക്കെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. വളരെ തന്ത്രപരമായ സമീപനമാണ് അവിടെ അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ശിവസേനകൾ മാത്രമല്ല, ഇവിടെയും BJPക്കും കോൺഗ്രസിനും കൂടിയുള്ള, അവിടെ BJPയും കോൺഗ്രസിന്റെ ഫൈറ്റ് പോലെ തന്നെ ശിവസേനകൾ തമ്മിലുള്ളത് പോലെ പവാർ ഇങ്ങനെ കൂടിക്കുഴഞ്ഞൊരു സംഭവമാണ് അവിടെ വരുന്നത്. മൊത്തം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാളെ ഇത് റിസൾട്ട് വരുന്ന സമയത്ത് സാർ പറഞ്ഞതുപോലെ വലിയൊരു മാറ്റവും വലിയൊരു കടിപിടിയും അതിൽ എവിടെയെങ്കിലും അമിത്ഷാ എന്നൊരു ചാണക്യനെ നമ്മൾ കാണാതെ അല്ല പറയുന്നത്, എങ്കിൽ പോലും എവിടെയെങ്കിലും BJPക്ക് പിഴച്ചുകൂടെ? മഹാഭാരത യുദ്ധം പോലെ മൾട്ടിപ്പിൾ ബാറ്റിൽ ഫീൽഡുകളാണ് ഈ യുദ്ധത്തിൽ. ഇവിടെ നോക്കൂ, 75 സീറ്റിലാണ് കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ട് മത്സരം. മുന്നണിയാണെങ്കിൽ പോലും 45 സീറ്റിൽ ശിവസേനകൾ തമ്മിൽ മത്സരിക്കുന്നു. 37ഓളം സീറ്റുകളിൽ NCPകൾ തമ്മിൽ മത്സരിക്കുന്നു. പൊടി പാറുന്ന പോരാട്ടമാണ്. അപ്പൊ അവിടെ എന്തും സംഭവിക്കാം. ഏതെങ്കിലും കക്ഷി മുന്നോട്ടോ ജയിക്കുന്ന മുന്നണിയിൽ തന്നെ കക്ഷികൾ തമ്മിലുള്ള ബലാബലത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അത് മഹാരാഷ്ട്രയിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട്, ബീഹാറിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ബീഹാറിലൊക്കെ ഉണ്ടായിട്ടുള്ളത് നിതീഷ് കുമാറിന്റെ പാർട്ടിയും BJPയും ഒന്നിച്ച് മത്സരിക്കുമ്പോഴും BJPക്ക് ഏറെ മുന്നേറ്റം, ഒരേ നമ്പർ സീറ്റുകൾ മത്സരിക്കുമ്പോഴും BJP സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നു, നിതീഷിന്റെ സ്ഥാനാർത്ഥികൾ തോറ്റുപോകുന്നു. അങ്ങനെ മുഖ്യമന്ത്രി പദത്തിൽ സമ്മർദ്ദം ചെലുത്താൻ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരുപാട് നീക്കങ്ങൾ നടക്കുന്നു. അത് തന്നെയാണ് ശിവസേനയുടെയും പരാതി. ശിവസേനയും BJPയും ഒരേപോലെ സീറ്റുകളിൽ മത്സരിക്കുന്നു, BJP സ്ഥാനാർത്ഥികൾ കൂടുതൽ ജയിക്കുന്നു. അങ്ങനെ ശിവസേന ജൂനിയർ പാർട്ണറായി മാറുന്നു. അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രി പദം ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ കൂടി സംഭവിച്ചുകൂടായികയില്ല. അപ്പൊ ഈ മുന്നണി എന്ന് പറയുമ്പോഴും അതിനുള്ളിൽ തന്നെ ഒരു മത്സരം ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മുന്നണി രാഷ്ട്രീയത്തെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
ഏത് മുന്നണി ജയിച്ചാലും ജയിച്ച മുന്നണി ഭരിക്കുമെന്നും ജയിച്ച മുന്നണിയിൽ പെടുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നും ഉറപ്പിച്ചു പറയാനാവാത്തൊരവസ്ഥയിലാണ് മഹാരാഷ്ട്രയിൽ. നമ്മള് ജാർഖണ്ഡിലേക്ക് വന്നാൽ അവിടെയും ഉണ്ട് സമാനമായ സ്ഥിതിവിശേഷം. അതായത് ഹേമന്ത് സോറൻ വരുന്നു, തിരിച്ചു വരുന്നു, ചെമ്പൈ സോറൻ മാറി കൊണ്ടുവരുന്നു, അദ്ദേഹം BJP-യിലോട്ട് പോകുന്നു. പിന്നെ ഈ ഒരുപാട് ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നു. പുതിയ മഹാത്തോ എന്ന് പറയുന്ന അവരുടെ 29 വയസ്സുള്ള നേതാവ്, അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയുള്ള പിന്നെ പോസ്റ്റുകൾ, അങ്ങനെ അവിടവും ആകമാനം മാറി മറിഞ്ഞ് ഈ സാഹചര്യത്തിൽ പെട്ടുപോകുന്നത് മിക്കവാറും കോൺഗ്രസ് ആയിരിക്കാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും ബലാബലമാണ്. ഇന്ത്യ സഖ്യത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല, വലിയ എതിർപ്പുകളൊന്നും അവിടെ കാണുന്നില്ല. അവിടെയും ഏതാണ്ട് ആരാണ് വിജയിക്കുക എന്ന് ഇപ്പോഴേ പ്രവചിക്കുക അസാധ്യമല്ലാത്തൊരു സാഹചര്യമാണ്. എന്താണ് ചുരുക്കത്തിൽ മഹാരാഷ്ട്രയില് സാറ് ചോദിച്ച കോൺഗ്രസിന്റെ ഭാവി അത് കൃത്യം പറയാനാവില്ല. ഒരുപക്ഷെ കോൺഗ്രസ് ഏറ്റവും വലിയ സ്വന്തം മുന്നണിയിൽ ഏറ്റവും വലിയ കക്ഷിയായി വന്നേക്കാം. ജാർഖണ്ഡിൽ അങ്ങനെ സംഭവിക്കില്ല. ജാർഖണ്ഡിൽ ട്രൈബൽ ബെൽറ്റിലാണ് 28 നിയോജക മണ്ഡലങ്ങൾ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, ST കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്, ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്ത മണ്ഡലങ്ങളാണ്. അതിൽ 25ഉം ജയിച്ചത് ഇന്ത്യ മുന്നണിയിലെ അവിടുത്തെ കക്ഷികളാണ്, കോൺഗ്രസും JMM-ഉം ചേർന്ന്. ഇപ്രാവശ്യം അതിൽ നിന്നും കാര്യമായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഭരണമാറ്റം ഉണ്ടാകൂ. അങ്ങനെ വ്യത്യാസം ഉണ്ടാകുമെന്ന് കരുതാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, യഥാർത്ഥത്തിൽ BJP-യുടെ മെറിറ്റ് എന്നതിനേക്കാൾ കൂടുതൽ BJP-യുടെ അലയൻസ് പൊളിറ്റിക്സ് ആണ്. ഒന്ന്, ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് മത്സരിച്ചു, 6-7% വോട്ട് നേടി, 2 സീറ്റുകൾ നേടി. ഇപ്രാവശ്യം BJP-യോടൊപ്പം മുന്നണിയായി മത്സരിക്കുന്നു. അവർ കൊണ്ടുവരുന്ന 5-6% പിൻബലം വലിയ മുതൽക്കൂട്ടാണ് BJP മുന്നണിക്ക്. അതോടൊപ്പം ചമ്പൈ സോറൻ, ഷിബു സോറന്റെ വലങ്കയായിരുന്ന ചമ്പൈ സോറനെ ഈ മഹാഭാരതത്തിൽ കർണനെ പിണക്കി വിട്ടതുപോലെയാണ്. പാണ്ഡവരുടെ ഭാഗത്തുനിന്ന് ഗൗരവപക്ഷത്തേക്ക് കർണൻ ചേർന്നപ്പോൾ ഉണ്ടായ മാറ്റം പോലെയാണ്. ചമ്പൈ സോറൻ ആദിവാസി നേതാവാണ്, ഗുഡ്വില്ലുള്ള ആളാണ്, കറകളഞ്ഞ വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു. ഷിബു സോറന്റെ മകൻ ഹേമന്ത് സോറൻ അറസ്റ്റിലായി തിരിച്ചു വന്ന് ഉടനെ തന്നെ പിൻകാലുകൊണ്ട് ആ ഐശ്വര്യത്തെ തട്ടിത്തെറിപ്പിക്കുമ്പോൾ ചമ്പൈ സോറന്റെ മനസ്സ് മാത്രമല്ല, ഒരു വിഭാഗം ആദിവാസികളുടെ മനസ്സുകൂടി വ്രണപ്പെട്ടിരിക്കുന്നു. ഷിബു സോറനോടുള്ള ഒരു സഹതാപം ഉണ്ടായി. അഴിമതി കേസിലാണ് അറസ്റ്റിലായത് എങ്കിൽ പോലും ഒരു പരിധിവരെ ഒരു ട്രൈബൽ മുഖ്യമന്ത്രിയെ BJP-യുടെ ഒരു തന്ത്രപരമായ ഓപ്പറേഷനിലൂടെ കുടുക്കി അറസ്റ്റിലാക്കി എന്നൊക്കെയുള്ള വികാരം അവിടെയുണ്ട്. ആ സഹതാപ തരംഗം കുറെയൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാൻ തന്റെ ഭാര്യ കൽപ്പന സോറനെ രംഗത്തിറക്കി. വലിയ ആൾക്കൂട്ടമാണ് കൽപ്പന സോറനൊക്കെ പിന്നെ വരുന്ന പ്രചരണത്തിന് പോകുമ്പോൾ വലിയ ആൾക്കൂട്ടമാണ്, ഒരു താരപ്രചാരകയായി മാറി കൽപ്പന സോറൻ. അപ്പം ആ ഒരു ഇഫക്റ്റ് നമുക്ക് മാറിക്കാണാനാവില്ല. 28 മണ്ഡലങ്ങളിൽ ആണ് പ്രതീക്ഷ. മറ്റ് ഒഴിച്ചുള്ള മണ്ഡലങ്ങളിൽ BJP-ക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടാവും. ഇവിടെ കോൺഗ്രസിന്റെ ഭാവി കൂടി നമ്മൾ നോക്കണം. 20-30 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 81 അംഗ നിയമസഭയിൽ 30 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് 2 അക്കത്തിലേക്ക് എത്തുമോ എന്ന് തെളിച്ചു പറയാനാവില്ല. കോൺഗ്രസിന്റെ ജാർഖണ്ഡിലെ സംഘടനാ സംവിധാനം തികച്ചും ദുർബലമാണ്. അത് JMM-ന്റെ പേരിലേറെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെങ്കിലും യഥാർത്ഥത്തിൽ കോൺഗ്രസ് BJP ഫൈറ്റ് നടക്കുന്ന മിക്ക മണ്ഡലങ്ങളിലും BJP-ക്ക് ഒരു മേൽക്കൈ അവിടെ ലഭിക്കും. 10 സീറ്റിൽ താഴെയാണ് കോൺഗ്രസിന് ലഭിക്കുന്നതെങ്കിൽ 30 സീറ്റിലധികം JMM-ന് കിട്ടേണ്ടി വരും. അപ്പൊ ട്രൈബൽ മേഖലയിലെ സീറ്റുകൾ മുഴുവൻ തൂത്തുവാരുകയും ട്രൈബൽ ഇതര മേഖലയിൽ നിന്നും പോലും JMM-ന് വോട്ട് ലഭിക്കുകയും സീറ്റ് ലഭിക്കുകയും ചെയ്തില്ല എങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അവിടെ മേൽക്കൈ ഉണ്ടാവില്ല. ഇവിടെ 7 സർവേകൾ നടത്തിയതിൽ 6 സർവേകളിലും വ്യക്തമായ ഭൂരിപക്ഷം BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ജാർഖണ്ഡിൽ പ്രവചിക്കുന്നു. ഒരു സർവേയിൽ നിർണായക മേൽക്കൈ, ടൈംസ് ഏതോ ഒരു സർവേയിൽ മാത്രം 50-ലധികം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ജാർഖണ്ഡിൽ പ്രവചിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് മത്സരം കടുക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ കൺസോളിഡേറ്റഡ് ആണ് BJP നയിക്കുന്ന മുന്നണി ജാർഖണ്ഡിൽ. അതുകൊണ്ട് അവിടെ ഒരു എഡ്ജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി മറിച്ച് ഈ സഹതാപ തരംഗം ആഞ്ഞു വീശുകയാണെങ്കിൽ, അങ്ങനെ വീശിക്കൂടായികയില്ല, അങ്ങനെയാണെങ്കിൽ ഷിബു സോറൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പദത്തിൽ എത്താനും കഴിയും. ഭാഗ്യമുണ്ടാവും. എന്തായാലും മണിക്കൂറുകൾക്കകത്ത് എല്ലാ ചിത്രവും വ്യക്തമാകും. ഓക്കെ സാർ, തീർച്ചയായും.